ഗജശ്രേഷ്ഠൻ തിരുനക്കര ശിവനെ കഴിഞ്ഞ ദിവസം മദപ്പാടിൽ നിന്ന് അഴിച്ചു. ശിവന് 60ന്റെ നിറവിലാണ്. ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള ആനകളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആനകളുടെ പട്ടികയിലുള്ള ശിവൻ 24-ാം വയസ്സിൽ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ നട കയറിയതാണ്. 35 വർഷം മഹാദേവനെ സേവിച്ചു. ഇപ്പോൾ 60 വയസ്സായി. പെരുമ്പാവൂരിനടുത്തുള്ള കോടനാട് ആനക്കളരിൽ നിന്ന് 1990 ഒക്ടോബറിലാണ് ആനയെ ദേവസ്വം ബോർഡ് വാങ്ങിയത്. കേരളത്തിലെ ആനത്തറവാടുകളിൽ പ്രൗഢമായ സ്ഥാനമാണ് കോടനാടിന്. അവിടെ നിന്നും പഠിച്ചിറങ്ങിയ തലയെടുപ്പിലും നല്ല നടപ്പിലും ആഢ്യത്വത്തിലും പേരുകേട്ടവരുടെ പട്ടികയിലുള്ള ആനയാണ് തിരുനക്കര ശിവൻ. ഗജശാസ്ത്രത്തിലെ ഉത്തമ ലക്ഷണങ്ങൾ പലതും ശിവന് സ്വന്തം. നല്ല തലയെടുപ്പ്, കാരളിന്റെ നിറം, ചന്ദന നിറമുള്ള വണ്ണമുള്ള കൊമ്പ്, തേൻ നിറമുള്ള കണ്ണ്, വെളുത്ത മുഖം, വിരിഞ്ഞ തലകുന്നി, വലിയ വായുകുംഭം, വലിയ ചെവി, നിലത്തുമുട്ടി മടങ്ങിക്കിടക്കുന്ന വണ്ണമുള്ള തുമ്പിക്കൈ, നീളമുള്ള ഉടൽ, വലിയ വയർ, വില്ലുപോലെ ഉള്ള തണ്ടല്, നീണ്ട വാൽ, വലിയ ചെവി, നല്ല സ്വഭാവം, നല്ല ശബ്ദം. മദപ്പാട് കാലത്ത് പോലും ശാന്തനാണ് എന്നതാണ് ശിവനെ ജനപ്രിയനാക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ടി രാമൻ ഭട്ടതിരിപ്പാടാണ് ആനയെ തിരുനക്കര ദേവസ്വത്തിന് നൽകാൻ മുൻകൈയെടുത്തത്. അന്നത്തെ ദേവസ്വം വെറ്റിനറി ഡോക്ടർ ഗിരിനാഥൻ നായരും ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി ആയിരുന്ന പി ദാസപ്പൻ നായരും ചേർന്നാണ് ആനയെ തിരഞ്ഞെടുത്തത്. ആനയുടെ ചെവിയിൽ ശിവൻ എന്ന് പേര് ചൊല്ലി വിളിച്ചത് ദാസപ്പൻ നായരാണ്. ഒക്ടോബറിലാണ് വിപുലമായ ശിവന്റെ പിറന്നാൾ ആഘോഷം തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ശിവനെ നീരിൽ നിന്നും അഴിച്ചത്. അവനിപ്പോൾ ആരോഗ്യവാനായി സുഖമായിരിക്കുന്നു. ഈ വർഷത്തെ തിരുനക്കര പൂരത്തിലും മദപ്പാട് കാലമായതിനാൽ ശിവന് പങ്കെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. മദപ്പാട് കാലത്ത് ഭക്തജനങ്ങൾ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിരോധിച്ചുകൊണ്ട് ശക്തമായ നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരുന്നു. പലപ്പോഴും ഭക്തജനങ്ങൾ നൽകുന്ന ഭക്ഷണം പല രീതിയിലുള്ളതിനാൽ ആനയെ അതേത് തരത്തിൽ ബാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് വെളിയിൽ നിന്നുള്ള ഭക്ഷണം ആനകൾക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒഴിവാക്കുന്നത്. വാങ്ങി നൽകുന്ന പഴങ്ങളിൽ മരുന്നടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത്. ശിവന്റെ ആരാധകനാണോ? അതെ. ഇവനിപ്പം എന്നാ അവന്റെ ബർത്ത്ഡേ ഒക്കെ വരുന്ന ഏപ്രിൽ മാസം. ഏപ്രിൽ മദപ്പാട് കഴിയുമ്പോൾ ബർത്ത്ഡേ വെക്കുന്നത്. ഇത് കോടനാടുന്ന കൊണ്ടുവരുന്നത്. ഇതിനെയും ഏറ്റുവാൻ്റെ നീലങ്ങളിൽ 2 പേരെ കൊണ്ടുവരുന്നത്. ഇതിനെ ഇവിടെ ഇങ്ങോട്ടും എടുത്ത് അത് മൊത്തം മറന്നുപോയി വായിച്ചിട്ട് അന്നേരം ഇതിനകത്ത് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ചെവിയുള്ള ആന ഇതാണ്. പിന്നെ ഇച്ചിരി മോശം എന്ന് പറഞ്ഞാൽ വാല് ഇച്ചിരി വളവുണ്ട്. ബാക്കിയെല്ലാം ഓക്കെ. മദപ്പാടി പോലും നല്ല ഏപ്രിലാണ് ഇപ്പോൾ അവൻ്റെ ബർത്ത്ഡേ. ഏപ്രിലാണ് ആഘോഷം നടത്തുന്ന താല്പര്യമുണ്ടോ? അതൊന്നും അറിയത്തില്ല. അതെല്ലാം ആനപ്രമീസാണ്. എല്ലാം ഇപ്പം എല്ലാം ഫാൻസ് അല്ലേ. മദപ്പാടിൽ എൻ്റെ സ്വഭാവം എങ്ങനെയൊക്കെയാ? ഒരു കുഴപ്പമില്ല. ആർക്കും നടത്തിയല്ല. പാപ്പന്മാരെ ഒന്നുമില്ല. മദപ്പാടിലും ശാന്തന. ആനപ്രമിയുടെ മെയിൻ ഇവിടുത്തെ തിരുനക്കരക്കാരുടെ ഏറ്റവും വലിയ ഇതാണ് സ്വത്താ. തിരുനക്കരയുടെ സ്വത്താ. പക്ഷേ ഇവനെ ഈ ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ പറ്റത്തില്ല. ഇല്ല. ബാക്കി ഇവിടെ ഈ അമ്പലത്തിൽ 3 ഉത്സവം നടക്കും. ആ 3 ഉത്സവത്തിന് 2 ഉത്സവത്തിന് തിറം പറ്റാൻ കഴിയും. 2 ഉത്സവത്തിന് തിറം പറ്റും. മെയിൻ ഉത്സവത്തിന് ഒരു വട്ടമായിരുന്നു എൻ്റെ അറിവ് കയറ്റിയിട്ടുള്ളൂ. അന്ന് മദപ്പാടില്ലായിരുന്നു. ഇത്ര വലിയ ചെവിയുള്ള ഒരു ആന കേരളത്തിലില്ല. ഇത് കോടനാട് നിന്ന് കൊണ്ടുവന്നോ 2 ആനയെ കൊണ്ടുവന്ന് ഒരാന എരിഞ്ഞു പോയി നീലകണ്ഠൻ. പിന്നെയുള്ള ഇത് അതിൻ്റെ അഴകെല്ലാം ഉണ്ട്. ഇതിൻ്റെ മെയിൻ പാപ്പാൻ എന്ന് പറഞ്ഞൊരു പാലക്കാരനായിരുന്നു. പുള്ളിയുടെ പേര് എനിക്കറിയാമില്ല. കൂട്ടുകാരെ പോലെ കൊണ്ടു നടക്കുന്നത് ആയിരുന്നു. ഇതുണ്ടോ എടുക്കാൻ നോക്കിയത്. അല്ല ചേട്ടനിടയ്ക്ക് ഇവനെ കാണാൻ വരുമോ? ഞാൻ മിക്ക ദിവസവും വരും. മിക്ക ദിവസം ഇവനെ കാണാൻ വേണ്ടി തന്നെ വരും. അമ്പലത്തിൽ വരുന്ന ദിവസമെല്ലാം കണ്ടിട്ട് ഞാൻ പോകത്തുള്ളൂ അല്ലേ. ഇപ്പം ഇവിടുത്തെ വർക്ക്ഷോപ്പ് പണിയാണ്. അവിടുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. ബാക്കിയുള്ളതിനൊന്നും കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. അതിനൊന്നും കണ്ടില്ല. അന്നേരം ഇവരെ കാണാൻ പോകാൻ പറ്റത്തില്ല. ചേട്ടാ കഴിഞ്ഞ ആഴ്ചയിലെ പേപ്പറിലുണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മനോരമയ്ക്കകത്ത്. അത് ഈ 2ാമത്തെ കുളത്തിലും 3ാമത്തെ കുളത്തിലും കിടപ്പുണ്ട്. ശരി. പിന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുമോ ശിവനെ? ഇല്ല, വരുമ്പോൾ കാണും. ഇത്രേ ഉള്ളൂ അല്ലേ?
എപ്പോഴെടുത്താലും ഇങ്ങനെ നിൽക്കുമല്ലോ. ആ അതെ. ആനപ്രേമിയാണോ? ആനപ്രേമിയാണോ? വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.